ഗായ്സ് എൻ്റെ കുറച്ച് ബൊഗൈൻവില്ലകളുടെ കളക്ഷൻ കേട്ടോ. ഇതേ ഇതൊക്കെ ഇതിപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് മൊത്തം പൂവിട്ടിരിക്കുകയാണ്. ചിലതൊക്കെ പൂവിട്ട് പൂ പൊഴിഞ്ഞു പോയി നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിറച്ച് പൂവിട്ടിരിക്കുകയാണ്. ഇതിലെ കുറേയൊക്കെ പൂവിട്ടിട്ട് പൊഴിഞ്ഞു പോയി. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ഇച്ചിരി കൂടെ ഒന്ന് നീറ്റാക്കി നിർത്തിയേക്കാണ്. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പൂവിട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം നിൽക്കും. ഞാൻ ഈ വളം ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് എന്തിനിട്ടാന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇല കണ്ടോ മഞ്ഞൾ ചെയ്യുന്നത്. അപ്പം മഞ്ഞളിപ്പ് മാറാൻ വേണ്ടി ഇട്ടേക്കാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ടേക്ക് കേട്ടോ. കുറേ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും ഈ ബൊഗൈൻവില്ല കുറേ കളക്ഷനുകളുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റങ്ങളിലൊന്നാണ് കേട്ടോ. ഇതും അതുകൂട്ട് മഞ്ഞൾ ചീപ്പുണ്ട്. ഇതിനൊക്കെ ഞാൻ വളം ഇട്ട് കൊടുത്തേക്കാണ്. ഇനിയും വരുന്ന ഇലയൊക്കെ നല്ല പച്ചപ്പായിരിക്കും കേട്ടോ. ഇതും ഈ നിൽക്കുന്ന ചെടി കണ്ടോ, ഇത് എൻ്റെ വള പ്രയോഗത്തിൽ ഇച്ചിരി കൂടിപ്പോയതിൻ്റെ പരിമിത ഫലത്തിലുണ്ടായത് കേട്ടോ. ഉണങ്ങിപ്പോയി. ഇപ്പം ഞാൻ തീവ്ര പരിചരണം നൽകിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല റെഡിയായി വരുന്നുണ്ട്. ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത കമ്പാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് നല്ല ഗ്രോത്തൊക്കെ ഉണ്ട്, നല്ല വളങ്ങളൊക്കെ. ഇപ്പം ഫസ്റ്റ് ഫ്ലവറിങ് ആണ്. ഒരു നല്ലൊരു കളറാണ്. ഇത് കണ്ടോ, ഇതും ഞാൻ വളമിട്ട് ഇച്ചിരി കൂടിപ്പോയതിൻ്റെ പരിമിത ഫലത്തിലായതാണ് കേട്ടോ. പക്ഷേ പിന്നീട് ഞാൻ നല്ല രീതിയിലൊക്കെ അതിനെ റെഡിയാക്കി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ബൊഗൈൻവില്ലകളിലൊന്നാണ് കേട്ടോ. ഇതൊരു ബുഷ് പോലെ നല്ലൊരു ചെറിയൊരു ബോൺസായി പോലെ വളർന്നു വരുന്നൊരു ബൊഗൈൻവില്ല കേട്ടോ. ഇത് ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവറിങ്ങിന് റെഡിയായി നിൽക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു കമ്പാണ് കേട്ടോ. അത് ഫസ്റ്റ് പൂവിടയിലാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. ആദ്യത്തെ പൂവിടയിലാണ് ഈ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്ന കമ്പും ഒരു പൊടിക്ക് വളം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ പൊട്ടിക്കളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതും ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ലെങ്കിലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടുന്നെല്ലാം കമ്പ് വെട്ടിക്കൊണ്ട് ഞാൻ കൂടുതലും കമ്പ് മുളപ്പിച്ചെടുക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. അത് വാങ്ങാനൊന്നും കൂട്ടാക്കാറില്ല. എന്നാൽ വാങ്ങിയതും ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കമ്പ് മുളപ്പിച്ചെടുത്താണ്. നിറച്ച് പൂവായിട്ടുണ്ട്. ഇതും കമ്പ് മുളപ്പിച്ചെടുത്താണ്. ഇതിപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പൂക്കളായിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് പൂവാകും കേട്ടോ. ഇത് വെരിഗേറ്റഡ് അല്ല, ഇത് മഞ്ഞളിപ്പാട്ടോ. ഇതിന് ഞാൻ അതിൻ്റേതായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന മുള പൊട്ടുന്നതെല്ലാം നല്ല പച്ചപ്പോടെ ആയിരിക്കും കേട്ടോ. ഇതത്തേലും പൂക്കളായി തുടങ്ങി കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അല്ലാതെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ കമ്പ് മുളപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു കളക്ഷൻസ് ഈ കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ വീടുകളിൽ നിന്നൊക്കെ പല കളറ് വെച്ച് മുളപ്പിച്ചെടുത്തേക്കണം. കുറേ പാടുപെട്ടാണ് മുളപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം അതിൽ കുറേയൊക്കെ മുളച്ചു, കുറേയൊക്കെ കരിഞ്ഞു പോയി.